കേരളത്തിലെ ഒരു ഗവർണറെ അല്ലെ മറ്റ് സംസ്ഥാനങ്ങളെ ഗവർണറെ തീരുമാനിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക കമ്മിറ്റി, രാഷ്ട്രീയ കമ്മിറ്റി, അതുപോലെ ചില റിട്ടയർഡ് ആയിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ അഭിപ്രായം തേടിയ ശേഷമാണ് ആ പാനൽ ഉണ്ടാക്കി ആ പാർട്ടികൾ ഓരോ സ്ഥലത്തും ഗവർണർമാരായി ആൾക്കാരെ നിയമിക്കുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു നിവേദനം അവിടെ സെൻട്രൽ ഗവൺമെൻറ് കിട്ടിയാൽ അത് പരിഗണിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇവിടെ BJPയുടെ നോമിനിയായി വന്ന അദ്ദേഹത്തിനെ കേരള ഗവൺമെൻറ് ഇവിടെ ഇട്ട് ഓടിക്കുന്നത് നമ്മൾ കാണുക. കേരള ഗവർണർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പല സ്ഥലത്തും ഭരണകക്ഷിയുടെ കുട്ടികൾ തടയുന്നത് നമ്മൾ കണ്ടു. പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിനെതിരെ മോശമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വാൾ പോസ്റ്റുകൾ നമ്മൾ കണ്ടു. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായ അദ്ദേഹത്തിനെ അവിടെ പ്രവേശിപ്പിക്കില്ല എന്ന് കണ്ടു. വിദ്യാർത്ഥികൾ രംഗത്ത് വന്ന് കണ്ടു. ആ കോമ്പൗണ്ടിനകത്ത്, യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് ഗവർണർ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷന് പങ്കെടുപ്പിക്കാൻ അനുവദിക്കില്ല. കോളേജ് ക്യാമ്പസിൻ്റെ ചുറ്റുമുള്ള ഗേറ്റുകൾ മുഴുവൻ അവർ തടഞ്ഞു. അവിടെ മുഴുവൻ സമരം, കാഹളം മുഴക്കി. രാത്രിയും പകലും അവരവിടെ നിന്നു. ഏതായാലും സംയോജിതമായി കേരള പോലീസ് ഇടപെട്ട് ഗവർണറെ ഭരണഘടനാപരമായി പോലീസ് ചെയ്യേണ്ട കടമകൾ ഗവർണറുടെ അടുത്ത് കാണിച്ചു, അവരോട് ചെയ്തു. അദ്ദേഹം സുരക്ഷിതമായിട്ട് അവിടെ താമസിക്കുകയും അവിടുന്ന് പിന്തിരിഞ്ഞ് പോവുകയും ചെയ്തു. അദ്ദേഹം ഈ സംസ്ഥാനത്തെ പല സ്ഥലങ്ങളിലും സഞ്ചരിക്കും, വാശിയോടെ അദ്ദേഹം സഞ്ചരിക്കും. അദ്ദേഹം പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഈ രീതിയിലുള്ള ഗവർണർക്കെതിരായിട്ടുള്ള ശക്തമായ നടപടികളൊന്നും വിലപ്പോകില്ല. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൽ ഒരു റിക്വസ്റ്റ് കൊടുത്താൽ അവിടെ നിന്നും ഈ ഗവർണറെ ഇവിടുന്ന് തിരിച്ചു വിളിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. അതൊക്കെ വെറും വ്യാമോഹം തന്നെയാണ്. ഗവർണർ അതിശക്തനായ ഗവർണറാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കുട്ടികൾ വെല്ലുവിളിച്ചപ്പോൾ അത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ മേധാവികളുടെ തന്നെ വെല്ലുവിളിയായി അദ്ദേഹം കണ്ടു. അതനുസരിച്ച് കോഴിക്കോട് അദ്ദേഹം ആ കുട്ടികളുടെ വെല്ലുവിളി സ്വീകരിച്ച് എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ വെല്ലുവിളി സ്വീകരിച്ചു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് അദ്ദേഹം കോഴിക്കോട് പോയത്. ക്യാമ്പസിൽ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് താമസിച്ചു. ആ നാടകങ്ങളെല്ലാം, കുട്ടികളെ എല്ലാം നമ്മൾ കണ്ടു. എന്തായാലും ഇപ്പോഴത്തെ ഗവർണറുടെ സ്റ്റാൻഡ് ഒരു മാറ്റവുമില്ല. സംസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ടാകുന്ന കലുഷിത അന്തരീക്ഷത്തിൽ ഒരു ഗവർണർ ഭരണം വരാനുള്ള സാധ്യതകളാണ് ഞാൻ കാണുന്നത്. ഭരണഘടനയുടെ 356 ഇൻവോക്ക് ചെയ്തുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ് വരുന്നത് തീർച്ചയായിട്ടും അത് രാഷ്ട്രീയമായൊരു നേട്ടം ഉണ്ടാക്കാൻ LDF ശ്രമിക്കും എന്ന് കരുതി അതിന് വേറെ ചില വ്യവസ്ഥകളും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, രാഷ്ട്രീയ പാർട്ടിയുടെ കുട്ടികളായാലും ശരി, അവരുടെ ഓർഗനൈസേഷൻ ബാൻ ചെയ്യാൻ UAPA അനുസരിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിന് അവകാശമുണ്ട്. അത് ആ രാഷ്ട്രീയ പാർട്ടിയെ ബാൻ ചെയ്തില്ലെങ്കിലും അവരുടെ കുട്ടികളുടെ സംഘടനകളെ തീർച്ചയായിട്ടും ബാൻ ചെയ്യാനുള്ള വകുപ്പ് UAPA സെക്ഷൻ 3 അനുസരിച്ചുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇതിലേതെങ്കിലുമൊക്കെ നടക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് ആ ഓർഡർ വരുന്നതിന് അല്ലെങ്കിൽ ആ നിയമം പ്രയോഗിക്കുന്നതിന് കാരണമാകുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്. ഇവിടെ ആകെ കലാപമായി തുടങ്ങി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തീർച്ചയായിട്ടും ഭരണകക്ഷികളും എതിർകക്ഷികളും, പ്രത്യേകിച്ച് നാഷണൽ പാർട്ടിയായ BJPയുടെ അവരുടെ അണികളും സുസജ്ജമായി ഇവിടെ കലാപം ഉണ്ടാക്കാനും പരസ്പരം ഏറ്റുമുട്ടാനും തുടങ്ങി. പോലീസിൻ്റെ ലാത്തി പിടിച്ചു വാങ്ങി പോലീസിനെ തിരിച്ചടിക്കുന്ന സംഭവങ്ങളും വന്നു തുടങ്ങി. പോലീസ് നിർദാക്ഷിണ്യം ഇവിടുത്തെ രാഷ്ട്രീയക്കാരെയും അല്ലെ ചില വ്യക്തികളെ അടിച്ചൊതുക്കുന്നത് ഇനി അത് നടക്കില്ല, ഞങ്ങൾ പ്രതിരോധിക്കും എന്ന് പറഞ്ഞപ്പം കേരളം കലാപഭൂമിയായി. ഇവിടെ പല സംഭവങ്ങളും ഇനി ഉണ്ടാകും. അടുത്ത 3-4 ദിവസത്തിനകം കേരളത്തിലെ പല അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകും. അതിന് ഗവൺമെൻറ് അത് ഉണ്ടാകാതിരിക്കുന്ന നടപടിയാണ് സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാ പാർട്ടികളെയും വിളിച്ചു വരുത്തി പോലീസിൻ്റെ അതിക്രമം ഒഴിവാക്കി
രാഷ്ട്രീയ പാർട്ടികളെ വിളിച്ചു വരുത്തി ഒരു ചർച്ച നടത്തി കേരളത്തിലെ കലാപാന്തരീക്ഷം കുറയ്ക്കണം, മാറ്റണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ.